തരും റഷീദ്, തീർച്ചയായിട്ടും തരും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു പറഞ്ഞൊന്നാണ് നമ്മൾ പൂർത്തിയായിക്കോട്ടെ. നിങ്ങളെ റൂമിൽ വന്ന അരമണിക്കൂർ കൈപിടിച്ചാലും എപ്പോഴും കിട്ടിയാൽ തന്നെ എതിരാ പറഞ്ഞെങ്കിൽ ഡോട്ടുന്ന ആൾക്കാരല്ല റഷീദങ്ങള്. അപ്പൊ ഒരു മിനിറ്റ് പറഞ്ഞൊന്നാണ് പൂർത്തിയാക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് തരാം, ധൈര്യത്തിൽ നിന്നോളൂ. അപ്പൊ നിങ്ങൾ കൈ വെക്കുമ്പോഴേക്കാണ് തരിക, ഭർത്താൻ പറഞ്ഞേക്കാണ് വിട്ടുകാണാണ്ട് തരിക, അങ്ങനെയൊന്നല്ല. ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ റഷീദ് കല്ലേരിക്ക് മൈക്കൂട്ട് കൊടുക്കും. അസ്സലാമു അലൈക്കും. മതിയാവും. പിന്നീട് ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ബർക്കത്തെടുക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേൾക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ബർക്കത്തെടുക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങൾക്ക് മതത്തിലൊരു അഭിപ്രായമല്ലല്ലോ, ഞങ്ങൾക്ക് ഖുർആനും ഹദീസും പറഞ്ഞതാണ് അഭിപ്രായം. ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്ത് പറഞ്ഞു എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പൊ ഇവിടെ റസൂലുള്ളാഹിനെ കൊണ്ട് ബർക്കത്തെടുക്കാൻ പറ്റൂലേ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ബർക്കത്തിന് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കണം എന്നാണ് റസൂലുള്ളാഹി നമ്മോട് പഠിപ്പിച്ചത്. കാരണം സ്വലാത്തിലൂടെ റസൂലുള്ള പഠിപ്പിച്ച അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ബർക്കത്ത് ചെയ്യണമേ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണമേ. അപ്പൊ റസൂലുള്ളാഹിക്ക് അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളോട് എങ്ങനെ ഇങ്ങോട്ട് ബർക്കത്ത് ചോദിക്കാം? അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ബർക്കത്തിന് വേണ്ടി, റസൂലുള്ളാഹിക്ക് ബർക്കത്തിന് വേണ്ടി നിർബന്ധമായി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ നിർബന്ധമായും പറഞ്ഞു, തെറ്റിദ്ധരിക്കണ്ട. ഇന്നല്ലാഹു മലായികത്തഹു യുസല്ലൂന അലൻ നബി എന്ന് പറയുന്ന ആയത്തിനെ ഈ ഹദീസ് കൊണ്ടാണ് റസൂലുള്ളാഹി വ്യാഖ്യാനിച്ചത്. അപ്പോ റസൂലുള്ളാഹിക്ക് ബർക്കത്തിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട ആളുകൾ പിന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ തന്നെയാണ് അല്ലാഹു തആല ഈ കാര്യം പഠിപ്പിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, റസൂലുള്ളാഹിയുടെ ബർക്കത്ത് ഇങ്ങോട്ട് ചോദിക്കലല്ല. റസൂലുള്ളാഹിന്റെ ബർക്കത്ത് ഇങ്ങനെ കിട്ടുക എന്നുള്ളതുമില്ല. അത് ഈ സൂഫീസത്തിന് കടന്നു വന്ന ഒരു വാദമാണ് എന്ന് സുഹൃത്തിനെ അറിയിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും മൈക്കെടുക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളുടെ മറുപടി ഇന്നിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാള് വലിയ ആള് നിങ്ങളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലെ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുകയില്ല. ഞങ്ങൾക്ക് റസൂലുള്ളാഹിക്ക് സലാത്ത് ചെല്ലുന്നത് ഞങ്ങൾക്ക് ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയും അതിന് അല്ലാഹു പുണ്യം തരുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ആദ്യം തന്നെ അർത്ഥം വെച്ചിട്ടാണ് പറഞ്ഞത്. സുഹൃത്ത് അർത്ഥം വെക്കുന്നത് റളിയല്ലാഹു അൻഹുവിന്റെ അർത്ഥം എന്താണ്? അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടെന്നാ. അള്ളാഹു തൃപ്തിപ്പെട്ടു എന്നല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ പെട്ടെ എന്നും പറഞ്ഞിട്ട് സ്വീപ്പാക്കലാണോ? തർദിയത്ത് ചെല്ലുന്നത് നമുക്ക് പുണ്യം ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ബാലപാഠം പോലും നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത്. എന്തിനാണ് സലാത്ത് ചെല്ലുന്നത് എന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ സലാത്ത് ചെല്ലിക്കില്ലെങ്കിൽ അല്ലെങ്കിൽ ബർക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബർക്കത്ത് കിട്ടുകയില്ലേ? ആഖിറം രക്ഷപ്പെടുകയില്ലേ? നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സലാത്ത് ചെല്ലുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതും എല്ലാം എന്നുള്ള ഒരുപാട് ബാലപാഠമെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ ആ സമയത്ത് മുടി സഹാബത്തിനിടയിൽ വിതരണം ചെയ്യുകയും സഹാബത്ത് അത് ബർക്കത്തോടെ സൂക്ഷിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹൃത്തെ റഷീദ് കല്ലേരി, പിന്നെ ഞാനൊന്ന് ഇടപെടാൻ പോലും ഡോട്ടിടാതെ നിവൃത്തിയില്ലല്ലോ. ഒന്ന് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ചർച്ച എന്നുള്ള നിലക്ക് ആണ് മൈക്കെടുത്തെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഞാൻ സമയം തരും, ഞങ്ങളിവിടെ സമയം തരും. ആ രൂപത്തിലാണെങ്കിൽ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഇവിടെ തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുക, ഒറ്റത്ര വാക്കിലാണ് മറുപടി പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ ഒരു ക്വിസ് മത്സരം നടത്തുന്ന മാതിരിക്ക് അത്ര വരെ നിബന്ധന വെച്ച് ഇങ്ങോട്ട് ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ മൈക്കെടുത്താണ് പിന്നെ ഈ പ്രസംഗിച്ച് തരുന്നതിൽ അള്ളാന്റെ റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്തല്ലേ എന്റെ മഹനീയത നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടി ഈ സദസ്സിൽ പറയാം. തന്നെയുമല്ല, ചെല്ലുന്ന സലാത്ത് ഇബ്രാഹിം റസൂല് പഠിപ്പിച്ചു എന്ന ഖുർആൻ പറഞ്ഞ സലാത്തിലേക്ക് പോകണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങള്. അതേ ഞങ്ങൾക്ക് പിന്നത് വയറ് പറയുന്നതല്ല ഇപ്പോ. പിന്നെ അതിനല്ല നിങ്ങൾ സമയം ഉപയോഗിക്കണ്ടേ. അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്താ പറഞ്ഞത്?
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒബാരിക് അലാ മുഹമ്മദ് അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഇനി ബാരിക് എന്ന് പറഞ്ഞ ഈ പ്രാർത്ഥനക്ക് റളിയല്ലാഹു അൻഹു എന്നതിനെ പോലുള്ള അർത്ഥങ്ങൾ വെക്കൂല എന്ന് ഞാൻ കരുതുന്നു. റളിയല്ലാഹു അൻഹു അല്ലാഹു അലത്തോട് തൃപ്തിപ്പെടട്ടെ എന്നല്ല, തൃപ്തിപ്പെട്ടു എന്നാണെന്ന് അർത്ഥം വെച്ചിട്ടുണ്ട് നിങ്ങൾ. എന്നാൽ ഒബാരിക് അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് അള്ളാഹു ബർക്കത്ത് നൽകി, അലാ അലി മുഹമ്മദിൻ മുഹമ്മദ് നബിന്റെ കുടുംബക്കാർക്കും ബർക്കത്ത് നൽകി എന്നല്ലായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏതായാലും അബ്ദുൽ അസീസ് മുസ്ലിയാർ നിങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന് ബർക്കത്ത് നൽകണമേ അവിടത്തെ കുടുംബത്തിനും എന്ന് നമ്മൾ പ്രാർത്ഥിക്കല്ലേ. എന്നിട്ട് ആ റസൂലുള്ളാഹിനോട് ഇങ്ങോട്ട് ബർക്കത്ത് നബിയെ ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ എന്ന് പറഞ്ഞ് നബിനോട് നമ്മൾ ബർക്കത്ത് ചോദിക്കുകയാണോ വേണ്ടത് എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യം അങ്ങോട്ട് ഇട്ടു എന്നതാണ്. അപ്പൊ നിങ്ങൾ പിന്നെ സലാത്തിന്റെ മഹത്വത്തിലേക്കല്ല പോവേണ്ടത്. ഞാൻ എനിക്ക് ഇതിൽ അറിയേണ്ടത് അസീസ് മുസ്ലിയാർ പറഞ്ഞ അതിന്റെ ഒരു വശം തന്നെയാണ്. നിങ്ങൾ റസൂലുള്ളാഹിനോട് ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞ എന്താണ് ഈ ബർക്കത്ത് എന്നതും ചോദ്യത്തിൽ ഇപ്പൊ ഒരു അറബി വാക്കാണ്. എന്താണ് ഈ ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ കൊണ്ട് ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞ അപ്പൊ എന്താണ് ബർക്കത്ത് എന്നും റസൂലുള്ളാഹിനെ കൊണ്ട് ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും അതുകൂടി ഒന്ന് മനസ്സിലാക്കിയത്. അപ്പൊ എന്റെ മാർക്ക് ഈ ഡൗട്ട് ചിലപ്പോൾ ഈ ചോദ്യം ഈ റൂമിലെ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും ചെയ്യും. അപ്പൊ അത് നിങ്ങൾ അതിന്റെ കൂടുതൽ വിവരിച്ചു തരികയാണെങ്കിൽ ഒന്നുകൂടി നന്നായി തന്നെ. ചോദ്യം നിങ്ങൾക്ക് നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ആ ചോദ്യം ഒന്ന് വ്യക്തമാണല്ലോ. അപ്പൊ അതിലൊന്നൊരു അവ്യക്തത ഉണ്ട് എന്നെ മൈക്ക് വിട്ടതാണോ അല്ലെങ്കിൽ DC ആയതാണോ എനിക്ക് പറയാമല്ലോ. ഒരു എസ് അടിച്ചാല്. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ നിങ്ങള് ആദ്യം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതും സലാത്ത് ചെല്ലുന്നതും എന്നാണ്. അപ്പോ ആ വാദം നിങ്ങൾ പിൻവലിച്ചോ? കാരണം അത് നമ്മൾ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാദമാണ്. അതിനുശേഷം ബർക്കത്ത് എടുക്കുക എന്നുള്ളതിനെ പറ്റിച്ച് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് പോലും സ്വഹാബത്ത് റഷീദ് കല്ലേരി അദ്ദേഹം അതിന്റെ കൂടെ നിങ്ങളാരെയും കേട്ടോ? ഞാൻ കേട്ടിട്ട് അതുകൊണ്ടാട്ടോ എന്റെ അടുത്താണ് നിങ്ങൾക്ക് തിരിച്ചു തരാം. പിന്നെ സലാത്ത് ചെല്ലണതും അതിന് വേണ്ടിയാണ് ബർക്കത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അദ്ദേഹം. ഞാൻ റഷീദ് കല്ലേരി ഇനി ഇത് നമ്മളിവിടെ സംസാരിക്കണം. അദ്ദേഹം മലബാർ റൂം കൊണ്ട് റെക്കോർഡ് വെക്കും, എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ വകയായിട്ട് വിശദീകരിക്കും. റഷീദ് കല്ലേരി ഞാൻ നിങ്ങളെ സംസാരിക്കണം ഒന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം സംസാരിക്കുമ്പോൾ പിന്നെ രണ്ടു കൂട്ടർ പറയുന്നതും ക്ലിയർ ആയിക്കണം. നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. താങ്കൾ പല റൂമിൽ പോയിട്ട് ചോദ്യം ചോദിക്കുകയും അവിടെ പോയിട്ട് റെക്കോർഡ് വെക്കുകയും അതിലിഞ്ഞ് സന്ദർഭത്തിനനുസരിച്ച് കട്ട് ചെയ്യലുണ്ടാകും എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പിന്നെ അത് വിവരിക്കാറും നമ്മൾ കേൾക്കാറുണ്ട്. ഇനി ഇതിന്റെ ഒക്കെ പുറത്ത് പിന്നെ ഇവര് അതുകൊണ്ട് അസീസ് മുസ്ലിയാർക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ ഏതാനും ദിവസമായി ഈ ക്ലാസ് റൂമിൽ വരുന്ന അബ്ദുൽ അസീസ് മുസ്ലിയാർക്ക് ഇദ്ദേഹത്തിന്റെ ഈ നല്ല സ്വഭാവത്തെ സംബന്ധിച്ച് അറിയാത്ത, നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ വൈഭവവും മറ്റൊക്കെ അദ്ദേഹത്തിന്റെ ആൾക്കാർക്ക് മുമ്പിൽ കേൾപ്പിക്കലുണ്ട്. അത് നല്ല കാര്യം, മറ്റുള്ളവർക്ക് ആവേശമുണ്ടാവാനും പ്രചോദനമാകാനും വേണ്ടിയാണ്. അത് സതുദ്ദേശമാണ് അദ്ദേഹത്തിന്റെ പിന്നിലുള്ളത്. അതിനെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റുന്നതല്ല. ഇതിന്റെ പുറത്ത് ചില സുഹൃത്തുക്കളുണ്ടല്ലോ, വെറുതെ സാറ് എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹം എന്നെ പറ്റി പറയാ, ഞാൻ ആ നസാഫിന്റെ റൂമിൽ പോയി ചോദിച്ചു, അതിലിങ്ങനെ ഞാൻ ചോദിച്ചു, അതിൽ അയാൾ അങ്ങനെ പറഞ്ഞു, പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്ത കാര്യം അതേ സന്ദർഭത്തിൽ നമ്മോട് അദ്ദേഹം ചോദ്യം ചെയ്തപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനൊക്കെ അദ്ദേഹം അത് നമുക്ക് ചോദിച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് മൂപ്പര് സത്താർ എന്ന് പറഞ്ഞ ഐഡിയയിൽ ആള് പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആകെ ഇവിടുന്ന് റൂമിൽ നമ്മൾ ആളെ പൊട്ടിച്ചു വിട്ടു എന്നൊക്കെ ചെന്നിട്ടാണ് ഭാവനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അബ്ദുൽ അസീസ് മുസ്ലിയാർ ആണെങ്കിൽ തന്നെ സംസാരിക്കുമ്പോൾ വളരെ റഷീദിന്റെ അടുത്ത് ഇങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എടുത്തു പറഞ്ഞു സലാത്ത് ചെല്ലുന്നത് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം പറഞ്ഞോ, അതോ റസൂലുള്ളാഹിക്ക് ബർക്കത്തിന് വേണ്ടി നമ്മൾ അള്ളാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്? ആ അദ്ദേഹം പറഞ്ഞ ഞാൻ എന്റെ കേൾവിയിൽ ധാരണ പിശകാണെങ്കിൽ നിങ്ങൾ ആ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേൾപ്പിക്കാവുന്നതാണ്. എന്റെ സംശയം ഇതാണ്. ഇനി വേറെ നമ്മൾ വിശദീകരിച്ചത് തന്നെയല്ല, ഞാൻ ക്ലോസ് ചെയ്യാൻ സമയത്ത് താങ്കൾ കൈ ഉയർത്തിയത്
അതുകൊണ്ട് അതൊരു അദബുകേടായിരിക്കും. കൈ ഉയർത്തിയ ഒരാളെ ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞ് മടക്കി വിടുന്നത് അദബുകേടായിരിക്കുമെന്ന് നിലക്കാണ് ഇപ്പൊ ഈ വൈകിയ വേളയിൽ മൈക്ക് അനുവദിച്ച് നമ്മൾ കുറെ നീട്ടിയൊന്നും കൊണ്ടുപോകില്ല. എനിക്ക് ഒറ്റയടിക്ക് നിങ്ങൾ പറഞ്ഞത് ഒറ്റ വാക്കിൽ ക്വിസായിട്ടൊന്നും കാണണ്ട. എന്നാലും എന്താണ് ബറക്കത്ത് എന്ന വാക്ക്? എന്താ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച്? റസൂലുള്ളാഹിനെ കൊണ്ട് ബർക്കത്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ച് ഒന്ന് വ്യക്തമാക്കുക പ്ലീസ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഈ പറഞ്ഞത് ആ വാദമില്ലെങ്കിൽ പിന്നെ ആ ചർച്ചയ്ക്ക് ഇനിയും വീണ്ടും പ്രാധാന്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാത്ത് ചെല്ലുന്ന ആ വിഷയത്തിൽ നമുക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതിൽ അതാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം അങ്ങനെ തന്നെയാണെങ്കിലൊക്കെ. ഇനി ബർക്കത്ത് എന്താണെന്നുള്ളത് പിന്നെ അതിലിടക്ക് NSSAF നിങ്ങൾ ഒന്ന് പറഞ്ഞു, ഏത് ഞാൻ കട്ടിങ് വെക്കും, അങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും ഒക്കെ. ഏതായാലും ദീനിന്റെ പ്രവർത്തനം ആര് നടത്തിയാലും അത് ഓരോരുത്തരുടെ ഇഖ്ലാസ് അള്ളാഹു അറിയുന്നതാണ്. അതിനനുസരിച്ച പ്രതിഫലം നിങ്ങൾ നടത്തുന്നതിന് നിങ്ങൾക്ക് കിട്ടും, ഞാൻ നടത്തുന്നതിന് എനിക്ക് കിട്ടും. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞെങ്കിലല്ലേ നിങ്ങളുടെ കട്ടിങ് ഞാൻ വെക്കുകയുള്ളൂ. പിന്നെ ബർക്കത്ത് കൊണ്ട് ഒരു ചെറിയ ഉദാഹരണത്തിൽ കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ പോലെ ഒറ്റ വാക്ക് തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു കമ്മീസ്, അതിനെ കൊണ്ട് ഞാൻ ബർക്കത്തെടുക്കുകയാണ്. സുമാറ് അത് കഴുകിയ വെള്ളം ഞാൻ രോഗശമനത്തിന് വേണ്ടി കുടിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് ശിർക്കാണോ അല്ലെങ്കിൽ തൗഹീദാണോ? എന്റെ ശേഷം അബ്ദുൽ അസീസ് മുസ്ലിയാരോട് സംസാരിക്കും കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഈ ബർക്കത്തിൽക്ക് എനിക്ക് മനസ്സിലായില്ല സഹോദര റഷീദെ. ബർക്കത്ത് എന്ന് പറഞ്ഞ എന്താണ്? ഞാൻ ഇവിടെ വീണ്ടും മറക്കാതിരിക്കാൻ വേണ്ടി അടിച്ചു ചോദിച്ചു, എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞ എന്താണ്? റസൂലുള്ളാഹിനെ കൊണ്ട് ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ കോലം? അപ്പല്ല ചോദ്യത്തിനനുസരിച്ചല്ലേ നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. മറ്റേ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അള്ളാന്റെ റസൂലിന്റെ കുപ്പായപ്പങ്ക് കിട്ടുക, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ അതല്ല ഞാൻ ചോദിക്കുന്നത്. ബർക്കത്ത് എന്ന് പറഞ്ഞ എന്താണ്? അത് നിങ്ങൾ മനസ്സിലാക്കിയ പറഞ്ഞത് അതാ. ഇനി മനസ്സിലാക്കണതിൽ വല്ല കമ്മി എങ്ങനെയാണ് റസൂലുള്ളാഹിനെ കൊണ്ട് ബർക്കത്ത്? അപ്പൊ ആദ്യം നമുക്ക് ബർക്കത്ത് എന്ന് പറഞ്ഞ എന്താ തിരിയണം, എന്നിട്ട് അത് റസൂലുള്ളാഹിനെ കൊണ്ട് എങ്ങനെയാണ് ബർക്കത്ത് എടുക്കുക. ആ ചോദ്യം നമുക്ക് മനസ്സിലാക്കിയെന്നെങ്കിലല്ലേ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതിന് ഞങ്ങൾക്ക് ഒരു അവകാശമല്ലേ? അസ്സലാമു അലൈക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കമീസ്, അത് എന്റെ വിശ്വാസം. ആ കമീസ് മുക്കി ആ വെള്ളം ഞാൻ കുടിക്കുന്നത് എന്റെ രോഗശിഫയാകും. അതുകൊണ്ട് അതായത് ആ ഷർട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടുന്ന ആ ബർക്കത്താണ് ആ ഷർട്ടിലൂടെ പോലും കിട്ടുന്നത് എന്നുള്ള ഒരു വിശ്വാസം ഞാൻ വിശ്വസിക്കുകയും അങ്ങനെ ഞാൻ വെള്ളം കുടിക്കുകയും രോഗശമനത്തിന് വേണ്ടി വെള്ളം കുടിക്കുകയും ചെയ്താൽ അത് ശിർക്കാണോ തൗഹീദാണോ? ഇത്രയും വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു. അടുത്തത് മറുപടി പ്രതീക്ഷിക്കുന്നു. ബർക്കത്ത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ വിശദീകരണം വന്നില്ല. ചോദിക്കുന്നത് നബിന്റെ ഷർട്ട് മുക്കിയ വെള്ളം കുടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള അല്ലെ. പക്ഷെ ബർക്കത്ത് എന്താണ്? അതിൽ ബർക്കത്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നബിയുടെ ഷർട്ട് മുക്കാൻ നിങ്ങളെ കയ്യിൽ നബിയുടെ ഷർട്ട് ഉണ്ടോ? നബിയുടെ ഷർട്ട് നിങ്ങളെ കയ്യിൽ നിന്നുണ്ടോ? അല്ലെങ്കിൽ നബിയുടെ മറ്റെന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ വെറുതെ ചർച്ച ചെയ്യുന്നത്? അത് റസൂലുള്ളാഹിയുടെ ഖുസൂസിയത്തായും കൊണ്ട് അന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു വിഷയമല്ല. അതുകൊണ്ട് ഇന്നത് ചർച്ച വരേണ്ടയും ആവശ്യമല്ല. മനസ്സിലാക്കണം. അപ്പോ ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യം നബിയുടെ ബർക്കത്ത് കിട്ടാൻ, നബിയുടെ ബർക്കത്ത് എന്താണ്? ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഈ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി രോഗശമനാണോ? ഈ രോഗശമനം എന്നതാണോ ബർക്കത്ത്? ഈ നബിയുടെ ഷർട്ട് മുക്കിയ വെള്ളം എടുത്തുകൊണ്ടുള്ള അതാണോ ബർക്കത്ത്? ഇത് ആ ചോദ്യത്തിനല്ല നിങ്ങൾ മറുപടി പറയേണ്ടത്. അപ്പൊ ഈ ബർക്കത്ത് എന്താണ്? അത് ആദ്യം അത് വിശദീകരിക്കുക. ബർക്കത്ത് എന്താണ് എന്നുള്ള വ്യക്തമാണ്. ഞങ്ങൾ പറഞ്ഞു, പിന്നെ എന്റെ വാക്കിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. ഞാൻ പിന്നെ എന്താണ് സലാത്തിലൂടെ ബർക്കത്ത് ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചു. ആ സ്വലാത്തിന്റെ വചനം ഇന്നതാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. ആ വാക്കിൽ റസൂലുള്ള പറഞ്ഞത് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്,
അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണേ. എന്നിട്ട് അപ്പൊ അവിടെ പറഞ്ഞപ്പം എന്ത് പറഞ്ഞു? റളിയല്ലാഹു അൻഹു. സുഹൃത്തെ, അത് മാതിയാണ്, ഭാര്യക്ക് അമ്രാണ്. ശേ, ഒരു വാക്കിനെ കുറിച്ചെങ്കിലും ഒന്ന് പഠിക്കണ്ടേ? അതിന് ശേഷമല്ലേ നല്ലത്, അല്ലെ? ചോദ്യത്തിന്റെ കുട്ടൻസ് ചോദ്യം വന്നപ്പോ തന്നെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിക്കണേ. കൂടെ കടന്നവർക്ക് രാപ്പന്നെ അറിയാലോ. അതുകൊണ്ട് പിന്നെ ആദ്യ ബർക്കത്ത് എന്താണ് എന്നുള്ളത് വിശദീകരിക്ക്. അല്ല, ഇന്ന് പറയാൻ കഴിയില്ലെങ്കിൽ നാളെ നിങ്ങൾ നാളെ നിങ്ങൾ ക്ലാസ്സിലേക്ക് വാ. ആ സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഇനി തോറ്റ് പിന്മാറി എന്നുള്ളത് പറയണ്ട. നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയില്ലെങ്കിൽ നാളെ സൈറ്റിലേക്ക് വാ എന്നാ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഷർട്ട് ധരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഷർട്ട് ഞാൻ രോഗശമനത്തിന് വേണ്ടിയിട്ട് ആ ഷർട്ട് മുക്കിയ വെള്ളം ഞാൻ കുടിക്കുന്നു. എന്റെ വിശ്വാസം, അതുകൊണ്ട് രോഗം മാറും. ആ വിശ്വാസത്തിന് തന്നെയാണ് ഞാൻ ബർക്കത്തെടുക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് സാധാ എല്ലാ ഷർട്ടും മുക്കി കുടിച്ചാൽ രോഗം മാറൂലല്ലോ, ചിലപ്പോൾ രോഗം കൂടുകയുള്ളൂ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച ഷർട്ട് ഞാൻ മുക്കി വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്റെ രോഗം മാറും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ കുടിച്ചാൽ രോഗം മാറും. പിന്നെ ആ ഷർട്ട് ഇപ്പോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇസ്ലാമിന്റെ വിശ്വാസമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ കുടിച്ചാൽ രോഗം മാറുമോ ഇല്ലയോ? ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ. ഒരു ഇരട്ടത്താപ്പ് നയമായിട്ട് വെക്കേണ്ട ഒരു സംഗതി അല്ലല്ലോ അത്. അതുകൊണ്ട് അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ രോഗം മാറുമോ ഇല്ലയോ? അത് തന്നെയാണ് ബർക്കത്ത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബർക്കത്ത് എടുക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ അറിയുക. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു മുമ്പ് അങ്ങനെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ മുമ്പ് അങ്ങനെ ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു, സഹാബത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നു, അങ്ങനെ കുടിച്ചിരുന്നു എന്നാണോ അതിന്റെ ഉത്തരമെങ്കിൽ അങ്ങനെയും നിങ്ങൾ പറയണം. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. ബഹുമാനപ്പെട്ട റഷീദ് സുഹൃത്തെ, പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ വിശദീകരണം നിങ്ങളതിലൊരു ഉദാഹരണമാണ് ആക്കിയത്. ഞങ്ങൾക്ക് ആദ്യം ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞോട് നിങ്ങൾ എന്താ മനസ്സിലാക്കിയ അത് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, അപ്പൊ നിങ്ങൾ സുഖപ്പെടുത്തുക എന്നുള്ളതാണോ? അങ്ങനെയാണോ? അപ്പൊ നമുക്ക് നിങ്ങൾ പറയാ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഇന്നതുമാണ്. റസൂലുള്ളാഹിനെ കൊണ്ട് ബർക്കത്ത് എടുക്കുക എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഉദ്ദേശിച്ച്, അപ്പൊ ആദ്യം ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിവരിച്ച് ഒന്ന് മനസ്സിലാക്കി തരിക. പിന്നെ അതിന്റെ രണ്ടാം ഘട്ടമാണ് അള്ളാന്റെ റസൂലിന്റെ ഷർട്ട് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചോദിച്ചു, ഞാൻ ബർക്കത്ത് പറഞ്ഞ എന്താ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അള്ളാന്റെ റസൂലുള്ളാന്റെ ഷർട്ട് വെള്ളത്തിലിട്ട് അതുകൊണ്ട് ശിഫം ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ രോഗശമനം വരുത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തേന്റെ ഞാൻ പിൻവലിച്ചാണ് രണ്ടാമത്തെ ചോദിച്ചോളൂ. എന്നാ പിന്നെ അങ്ങനെ നമ്മൾ ചെയ്യാം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട റഷീദിന് നാളെ ഒരു 9:30 സൗദി സമയം 9:30 മുതൽ 1:30 മണി 2 മണി വരെ താങ്കൾക്ക് സമയം അനുവദിക്കും. ഇന്ന് വല്ലാതെ വലിച്ചു നീട്ടിക്കൊണ്ടാനുള്ള സമയമല്ല. 1:30ക്ക് നിർത്താൻ പോയിരുന്നു, ഇപ്പൊ 2 മണിയായി. എനിക്ക് ഇനി കുറെ നേരം ഇരിക്കാൻ വളരെ അസൗകര്യം. സുബൈന്റെ ശേഷം ഇറങ്ങുന്ന ആളായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു അസൗകര്യം പരിഗണിക്കുക. അത് ഇല്ലാതിരിക്കാനാണ് പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞ എന്താ? മറ്റൊരു വസ്തുട്ട് വെള്ളം മുക്കി, അപ്പൊ വെള്ളം മുക്കിക്കാണ്ട് രോഗശമനം വരുത്തുന്നതിനാണോ ബർക്കത്ത് എന്ന് പറയുക? അത് മാത്രാണോ ബർക്കത്ത് എന്ന് പറഞ്ഞാല്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, ആരുടെ കയ്യിലാണോ മുൽക്കുള്ളത് അവൻ ബർക്കത്തുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുലേക്ക് ആ ബർക്കത്തിനെ മാറ്റുമ്പോൾ മടക്കുമ്പോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ രൂപത്തിൽ ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയാണെങ്കിലും കൂടി അള്ളാഹുലേക്ക് ഷർട്ടിനൊന്നും മടക്കാൻ വാക്കിൽ കൂടി അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അള്ളാഹു ബർക്കത്തുള്ളവനായി എന്ന് പറഞ്ഞാൽ എന്താകുന്നു അതിന്റെ അർത്ഥം? ഇവിടൊക്കെ അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ലേ? അപ്പൊ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണത്? അതല്ല ഇപ്പൊ പറയാൻ വിഷമമുണ്ട്, വിശദീകരണം കിട്ടും. അസ്സലാമു അലൈക്കും. വിഷമോ എനിക്കല്ല, മറുപടി പറയാൻ നിങ്ങൾക്കാണ് വിഷമം ഉള്ളത്. കാരണം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ് ബർക്കത്ത് എടുക്കൽ. അതായത് ആ ഷർട്ട് മുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഷർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഷർട്ട് ഞാൻ അത് മുക്കി വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്റെ രോഗം മാറും എന്നുള്ള എന്റെ ആ നിയ്യത്ത്. തൽക്കാലം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ബർക്കത്ത് എന്നുള്ള വാക്ക് നിങ്ങൾ അവിടെ വെക്ക്.
ഇനി ഞാൻ ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച ആ ഷർട്ട് ഉപയോഗിച്ച് എനിക്ക് വെള്ളം കുടിക്കാമോ? കുടിച്ച് രോഗം മാറും എന്നാണ് എന്റെ വിശ്വാസമെങ്കിൽ അത് തൗഹീദാണോ ശിർക്കാണോ? ഇതാ എന്റെ ചോദ്യം. വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു. അപ്പം അതിന് തന്നെയാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. നിങ്ങൾ വെറുതെ ശിർക്കാണ് ശിർക്കാണെന്ന് 1000 വട്ടം പറയുന്ന നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാനൊരു മടി? നിങ്ങൾ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്താ അത് പറയാനൊരു മടി? അതാണ് ഞാൻ ചോദിച്ചത്. ബർക്കത്തെടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഷർട്ട് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഷർട്ട് ധരിച്ചു എന്നുള്ളത് കൊണ്ട്, ആ ഷർട്ട് മുക്കിയിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നു. ആ ഷർട്ട് കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാരണം അതന്നെയാണ് ബർക്കത്ത്. അതുകൊണ്ട് എന്റെ രോഗം മാറും എന്നുള്ള എന്റെ വിശ്വാസം. ആ വിശ്വാസത്തെപ്പറ്റി തൗഹീദോ ശിർക്കോ രണ്ടാലൊന്ന് നിങ്ങൾ പറഞ്ഞു തരണം. ഇപ്പം വീണ്ടും പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബർക്കത്ത് മാറ്റിവെക്കാൻ പറഞ്ഞു. അത് ഇപ്പൊ പറഞ്ഞതാ, ബർക്കത്ത് എന്നുള്ളത് തൽക്കാലം മാറ്റിവെക്കുക. എന്നിട്ട് വീണ്ടും ചോദിക്കണേ, നബിന്റെ ഷർട്ട് മുക്കിയ ബർക്കത്തല്ലേ? എന്താ സുഹൃത്തെ? ആദ്യം ബർക്കത്ത് വിശദീകരിക്കുക. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ള ബർക്കത്ത് ചെയ്യും, റസൂലുള്ള ബർക്കത്ത് ചെയ്യും എന്നുള്ളത് ഉണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നത് പോലെ റസൂലുള്ള ബർക്കത്ത് ചെയ്യോ? എന്താണ് ഈ ബർക്കത്ത്? ചോദിച്ചല്ലോ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താണത് ആ തബാറക്ക? അപ്പൊ അള്ളാഹു ബർക്കത്ത് ചെയ്യണം എന്നാണല്ലോ റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ചെയ്യണില്ലെങ്കിൽ ചെയ്യണ്ട. അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അപ്പൊ അള്ളാഹു ബർക്കത്ത് ചെയ്യും. ബർക്കത്ത് ചെയ്യുന്നവൻ അള്ളാഹുവാണ്. ഈ അള്ളാഹു ബർക്കത്ത് ചെയ്യും, ചെയ്യുന്നവൻ അള്ളാഹുവാണ് എന്ന് പറയുമ്പോ അള്ളാഹിനോട് കൂടെ മുഹമ്മദ് റസൂലുള്ള ബർക്കത്ത് ചെയ്യുമോ? എന്താണ് ഈ ബർക്കത്ത്? എന്നിട്ട് ബർക്കത്ത് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് വിശദീകരിക്കാം. റസൂലുള്ളാഹിന്റെ ഷർട്ട് വിശദീകരിച്ചു തരാം, റസൂലുള്ളാഹിന്റെ തുണി വിശദീകരിച്ചു തരാം, റസൂലുള്ളാഹിന്റെ മുടി വിശദീകരിച്ചു തരാം, എല്ലാം വിശദീകരിച്ചു തരാം, എല്ലാം വിശദീകരിക്കാം. പക്ഷെ ആദ്യം എന്താണ് ഈ ബർക്കത്ത്? ആ ബർക്കത്ത് കൊണ്ട് വരട്ടെ, അതിനുശേഷമാക്കാം നമുക്ക് സംസാരം. എല്ലാം വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും. എല്ലാം വിശദീകരിക്കാന്ന് പറയാന്നല്ല, അതൊന്നും നിങ്ങൾ വിശദീകരിക്കില്ല. കാരണം ഒരു ചോദ്യം മാത്രം ഞാനിപ്പോൾ ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഷർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അത് മുക്കി വെള്ളം ഞാൻ കുടിച്ചാൽ, പച്ച മലയാളത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, എന്നെന്റെ വിശ്വാസവും അങ്ങനെ കുടിച്ചാൽ എന്റെ രോഗം മാറും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ കുടിക്കുന്നു. അത് ശിർക്കാണോ തൗഹീദാണോ? ഇതാണ് എന്റെ ചോദ്യം. വളരെ വ്യക്തമാണ്. നിങ്ങൾക്കെന്തേ മറുപടി പറയാനൊരു മടി? ഇപ്പോ നിങ്ങൾ കൂടുതൽ പിന്നെ വിശദീകരിക്കരുത്. ഇത് തൗഹീദാണോ ശിർക്കാണോ? എന്റെ ചോദ്യം അതാണ്. അതുകൊണ്ട് നിങ്ങൾ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു. ബർക്കത്ത് പോയപ്പോ തൗഹീദ് ശിർക്കുവായോ? ബർക്കത്ത് വിശദീകരിക്ക്, അതിന്റെ ശേഷമാവാൻ നമുക്ക്. ഞങ്ങൾ പറഞ്ഞല്ലോ, വിശദീകരിച്ചു തരാം. അതിലുള്ള തൗഹീദാണോ ശിർക്കാണോ എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തരാം. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് പറയുന്ന ബർക്കത്ത് എന്താണ്? നിങ്ങൾ പറയുന്ന റസൂലുള്ളാഹിന്റെ ബർക്കത്ത് എന്താണ്? അത് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ഈ ബർക്കത്ത് എന്താ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെങ്കിലാണ്, നിങ്ങളുടെ രോഗം എന്താണെന്ന് മനസ്സിലായെങ്കിലാണ് നിങ്ങൾക്ക് കുഴമ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നിങ്ങളെ വാദം എന്താണ് എന്ന് തിരിയണം. അപ്പൊ ഞങ്ങൾ കുഴമ്പിട്ട് തരും, ഒഴിഞ്ഞ് ശരിയാക്കി തരും ഇൻഷാ അല്ലാഹ്. ആദ്യം നിങ്ങൾ പറയൂ, എന്താണ് ഈ ബർക്കത്ത്? ഈ ബർക്കത്ത് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ വ്യക്തമാക്കി. അതിന്റെ ശേഷം മതി ഷർത്തുമക്ക് പോവല്, അതിന്റെ ശേഷം മതി മറ്റുള്ളതിലേക്ക് പോവല്, വെള്ളത്തിക്ക് പോവല്, തൗഹീദിലേക്ക് പോവല്, ഷിർക്കിലേക്ക് പോവല്. നിങ്ങൾ ആദ്യം സംസാരിച്ച ബർക്കത്താണ് റസൂലുള്ളാഹിയുടെ ബർക്കത്ത്. ആ ബർക്കത്ത് എന്നുള്ള ഒരു വിഷയം നിങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? എന്നാ പറയും. അറിയില്ല, എനിക്കറിയില്ല ബർക്കത്ത് എന്നുള്ളത്. ഞാൻ ഉസ്താദ്മാരോട് ചോദിക്കും, അല്ലെങ്കിൽ ഉസ്താദ്മാർ ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചെന്ന്. ബർക്കത്ത് അത് പച്ച മലയാളത്തിലാ പറയുന്നതെന്ന് പറഞ്ഞല്ലോ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ പച്ച മലയാളമല്ല, അത് അറബിയ. അത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ ബർക്കത്ത് എന്താന്നുള്ളത് വിശദീകരിക്കും. അതിന്റെ ശേഷമൊക്കെ നമുക്ക് മറ്റ് തൗഹീദും ശിർക്കും ഒക്കെ ചർച്ച ചെയ്യണം. ഇത് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ആ ചോദ്യത്തിൽ നിന്ന് വേറെ ഒന്നിക്ക് ഓടുക.
അത് അത് എന്താവില്ല ഇവിടെ പറ്റില്ലായി. അപ്പോ ഈ ബർക്കത്ത് എന്താണെന്നുള്ളത് നിങ്ങൾ വിശദീകരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച ഒരു ഷർട്ട്, ആ ഷർട്ട് മുഖേന എന്റെ രോഗം മാറും എന്നുള്ള എന്റെ വിശ്വാസം, അത് തന്നെയാണ് ഇവിടെ ബർക്കത്ത്. ഞാൻ വേറെ തന്നെ ഒരു ചോദ്യം, ബർക്കത്ത് എന്നാൽ എന്ത് എന്നുള്ള ചോദ്യമൊന്നും ഞാൻ ഉന്നയിച്ചിട്ടില്ല. അത് തന്നെയാണ് ബർക്കത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷർട്ട് മുഖേന എന്റെ രോഗം മാറും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ ഷർട്ട് മുക്കി ഞാൻ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ കുടിക്കും എന്നുള്ള എന്റെ വിശ്വാസം, അത് ഇസ്ലാമികപരമായിട്ട് ശരിയാണോ തെറ്റാണോ? അതാണ് ചോദിച്ചത്. അത് ശിർക്കാണോ അല്ലെങ്കിൽ തൗഹീദാണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു പച്ച മലയാളത്തിലാ പറയുന്നത് ബർക്കത്ത് എന്ന് പറഞ്ഞ വാക്ക്, അങ്ങനത്തെ എന്തെങ്കിലും പിടിച്ചിട്ട് ഉത്തരമില്ലെങ്കിൽ ഇങ്ങനെ അഭ്യാസം കളിക്കണമെങ്കിൽ നിങ്ങൾ കളിച്ചോ? വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ ഈ ചോദിച്ചതിന് നിങ്ങൾ ഉരുളുമ്പോൾ ഒരു കാര്യം ഇതിന്റെ ഉള്ളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ആളുകളെ മുശരിക്കാക്കുന്ന ഒരു രംഗം നിങ്ങൾക്കുണ്ടെന്നും ഇപ്പോൾ നിങ്ങൾ അത് തുറന്നു പറയാൻ മടിക്കുന്നു എന്നും ഉള്ള ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർമ്മിച്ച് അടുത്തതിനെങ്കിലും മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തെ, ഞങ്ങൾക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ കയ്യിൽ ശക്തമായ 2 വാളുണ്ട്, പരിശുദ്ധ ഖുർആനും നബിന്റെ സുന്നത്തും. ഇതുള്ള കാലത്തോളം ഞങ്ങൾക്ക് യവന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല, തല കുനിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ഈ ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുത്തന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല, പരാജയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യ, പരലോകത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, തബാറക, നിങ്ങൾ വിഷയം മാറ്റല്ലേ. നിങ്ങൾ ആദ്യത്തെ ചോദ്യം, ആ ചോദ്യത്തിലേക്ക് ഇങ്ങോട്ട് വരി. ഇത് നിങ്ങൾ ഉസ്താദന്മാര് നടത്തുന്ന വാദപ്രതിവാദത്തിന്റെ അതേ കോലം തന്നെ. ഒന്ന് ചോദിക്കണമെന്നും പിന്നെ വേറെ എത്തുന്നത് വേറെ ഒന്നിലേക്കാണ്. അതെല്ലാം ഒരവസ്ഥ മാറ്റി ഇതിങ്ങനെ കാസറ്റ് കേട്ടുകാണ്ട് ഇങ്ങനെ ചോദ്യം പഠിച്ചു വെച്ചാൽ പോരാ. വിഷയം ശരിക്കും പഠിക്കും. എന്താണ് ഈ ബർക്കത്ത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് വ്യക്തമാക്കണം. അതിന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയും എന്താണ് ഈ ബർക്കത്ത്, നിങ്ങൾ ഉദ്ദേശിച്ച ബർക്കത്ത് എന്താണ്? അതിന് തെളിവ് ഉദ്ധരിക്കും. ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, നിങ്ങൾ ഉദ്ദേശിച്ചതല്ലല്ലോ നമ്മൾ മറുപടി തരേണ്ടത്. നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കാൻ അതിനുള്ള തെളിവ് എന്താണ്? അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച ആ അർത്ഥത്തിൽ ബർക്കത്തിന് അതാണ് അർത്ഥമെങ്കിൽ അതിന് തെളിവ് ഉദ്ധരിക്കും. ഇതാ ഞാൻ പറയാനുള്ള തെളിവ് ഇതാണ്, നിങ്ങൾ പറയൂ. എന്നിട്ട് എന്റെ വിഷയം കൂടി ഇവിടെ, എന്റെ ചോദ്യം കൂടെ ഇവിടെ ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യും, നബി ബർക്കത്ത് ചെയ്യും, രണ്ടും ഒന്നാണോ? നിങ്ങളുടെ വാദപ്രകാരം നബി ബർക്കത്ത് ചെയ്യും എന്ന് പറയുന്നത്, ഞങ്ങൾ പറയുന്നു അള്ളാഹു ആണ് ബർക്കത്ത് ചെയ്യുക. അള്ളാഹു ബർക്കത്ത് ചെയ്യും എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പൊ അള്ളാഹു ബർക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാലും നബി ബർക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാലും ഒന്നാണോ? എന്താണ് ബർക്കത്ത്? തെളിവ് സഹിതം പറയാം. നിങ്ങളെ അഭിപ്രായം അല്ല ഇവിടെ വേണ്ടത്, തെളിവ് പറയും. അസ്സലാമലൈക്കും. ഇൻഷാ അല്ലാഹ് തെളിവ് ഞാൻ പറയും, പക്ഷെ നിങ്ങൾ ധൃതി കൂട്ടല്ല. കാരണം ആദ്യം എന്റെ ചോദ്യത്തിനാണ് നിങ്ങൾ മറുപടി തരേണ്ടത്. ഞാനാണ് ആദ്യം ചോദ്യം ഉന്നയിച്ചത്, എന്നിട്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി തരും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പറഞ്ഞു ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പരാജയം ഇല്ലാന്നാണ്. അത് രണ്ടും മുറുകെ പിടിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തതും മറുപടി പറയാൻ ഭയക്കുന്നതും എന്ന് ഞാൻ തുറന്ന് നിങ്ങളോട് പറയുകയാണ്. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചു. നിങ്ങൾക്ക് തൗഹീദും ശിർക്കും തിരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട, സമുദായത്തോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഒരാളുടെ വിശ്വാസം, ഞാൻ എന്റെ വിശ്വാസം തന്നെ നിങ്ങളോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഷർട്ട് അല്ലെങ്കിൽ കമീസ് അല്ലെങ്കിൽ ഉപയോഗിച്ച വസ്തു, ആ വസ്തുവിൽ നിന്ന്, ആ ഷർട്ടിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുന്നു, അത് മുഖേന എന്റെ രോഗം ശിഫയാകും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിക്കും എന്നുള്ള എന്റെ വിശ്വാസം, അത് ശിർക്കാണോ തൗഹീദാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തബാറക്കല്ലദിയെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോ ഞാനും ഒരു മുസ്ലിമാണ്, നിങ്ങളും അതുപോലെ തന്നെ എന്ന് ഞാൻ കരുതുന്നു. പക്ഷെ നിങ്ങളിപ്പോ ചോദിച്ച ഒരു ചോദ്യമുണ്ട്,
അള്ളാഹു ആണോ ബർക്കത്ത് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ബർക്കത്ത് ചെയ്യുന്നത്? എല്ലാ കാര്യവും അതിന്റെ അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിൽ നിന്നല്ലാതെ ഒന്നും ലഭിക്കുന്നില്ല. അത് വിശ്വസിക്കാത്ത ഒരുത്തൻ മുസ്ലിം ആവുന്നില്ല. അള്ളാഹു മാത്രമാണ് എല്ലാം നൽകുന്നത് എന്ന് വിശ്വസിക്കാത്ത ഒരാളും, അതിപ്പോ നമ്മൾ സാധാരണ ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയാലും ഗുളിക കഴിച്ചാലും ഡോക്ടറും രോഗം മാറ്റുന്നില്ല, ഗുളികയും രോഗം മാറ്റുന്നില്ല. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. അതിന്റെ കാരണവുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമീസുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയും അത് ബർക്കത്ത് മുഖേന അബോധികമായിട്ട് എന്റെ രോഗം മാറും എന്നുള്ള എന്റെ വിശ്വാസവും, അത് ശിർക്കാണോ തൗഹീദാണോ? ഇതിലും കൂടുതൽ ഇനി എത്രമാത്രം നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരണം എന്ന് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ പറയണം. അതുകൊണ്ട് ഈ ചോദ്യമാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയുക, തെളിവും ഞാൻ ഉദ്ധരിക്കും. നിങ്ങൾ അല്ല എന്ന് പറയൂ, അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയൂ. അതിനുശേഷമല്ല എന്റെ മറുപടി വേണ്ടത്. രണ്ടും പറയാതെ നിങ്ങൾ ഇങ്ങനെ ഉരുളുന്നത് ശരിയല്ല എന്നാണ് എന്റെ അപേക്ഷ. അതുകൊണ്ട് മൈക്ക് റിലീസ് ആക്കുന്നു. ഉരുളല്ല. എന്താണ് ബർക്കത്ത് സുഹൃത്തെ? അത് പറ. എന്താണ് ഈ ബർക്കത്ത്? അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ബർക്കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അല്ലേ? നിങ്ങളിപ്പോ എന്തായിന്നറിയോ, പറഞ്ഞ് തവസ്സുലിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോയി. നിങ്ങൾ പറയണേ നിങ്ങളൊന്ന് കേൾക്കി, ഒന്ന് ബുദ്ധി കൊടുത്ത് ആലോചിക്കും ഞാൻ എന്താ പറയണേ എന്നുള്ളത്. നിങ്ങൾ ബർക്കത്തുമെന്ന് പോയി തവസ്സുലിലേക്ക് എത്തി. തവസ്സുൽമെന്ന് ഇടക്ക് പോയിങ്ങാണ്ട് ഇസ്തിഹാസക്കും എത്തുന്നുണ്ട്. ഇസ്തിഹാസന്ന് ശരിക്കും ഇങ്ങോട്ട് പോയിങ്ങാണ്ട് പിന്നെ എന്ത് വരുന്നുണ്ട് അറിയോ? എല്ലാം അള്ളാഹു ആണ് ചെയ്യണെന്ന്. പിന്നെന്താ നബിന്റെ ബർക്കത്ത്? നിങ്ങൾ ആ ചോദ്യത്തിന്റെ വിഡിത്തരങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നത് അള്ളാഹു ആണ് എന്ന് പറയും ചെയ്തു. അപ്പൊ പിന്നെന്താ നബിന്റെ ബർക്കത്തിന്റെ ആവശ്യം എന്താ? എല്ലാം അള്ളാഹു ചെയ്യും. തന്നെയല്ലേ ഞങ്ങളും പറയുന്നത് അള്ളാഹു ആണ് ബർക്കത്ത് ചെയ്യുന്ന ആള്, അള്ളാഹു ആണ് ബർക്കത്ത് ചെയ്യുന്ന ആള്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആശയത്തിൽ നിങ്ങൾ പറയുന്ന ബർക്കത്തിന്റെ അർത്ഥം അതാണ് അർത്ഥം എന്ന് നിങ്ങൾ ആദ്യം തെളിവുദ്ധരിച്ച് പറയൂ. അതിന്റെ ശേഷം മറ്റ് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരാം. എത്ര ഉദ്ധരണി വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. നമ്മുടെ കയ്യിൽ പരിശുദ്ധ ഖുർആനുണ്ട്, പ്രവാചകന്റെ ഹദീസുണ്ട്. അതുകൊണ്ട് ഉദ്ധരിക്കുക, പിന്നെ തെളിവ് സഹിതം പറയുക എന്താണ് ബർക്കത്ത് എന്നുള്ളത്. അസ്സലാമു അലൈക്കും. തെളിവ് സഹിതം തന്നെ ഞാൻ പറയാം. പക്ഷെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ഈ ചോദ്യമുണ്ട്, അതിൽ അൽഹംദുലില്ലാ നിങ്ങളുടെ അഭിപ്രായവും അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച ആ കമീസ്, ആ വസ്ത്രം ഞാൻ ഉപയോഗിച്ച് അതുകൊണ്ട് അള്ളാഹു എന്റെ രോഗം മാറ്റിത്തരും എന്നുള്ള വിശ്വാസത്തോടുകൂടി അത് നമുക്ക് ഉപയോഗിക്കാം എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അൽഹംദുലില്ലാ, അൽഫ് മറ സ്വാഗതം സ്വാഗതം സ്വാഗതം. അതുകൊണ്ട് അത് വ്യക്തമായി നിങ്ങൾ ഇങ്ങനെ പറയണം. നിങ്ങളുടെ ഈ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അള്ളാഹു മാറ്റിത്തരും എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, അള്ളാഹു അല്ലേ മാറ്റിത്തരുന്നത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമീസ് മുക്കിയ വെള്ളവും കുടിക്കാം, ആ വിശ്വാസവും ശരിയാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അൽഹംദുലില്ലാ ഖൈർ. അതിനുശേഷം ഞാൻ സംസാരിക്കാം. ഒന്നുകൂടി നിങ്ങൾ മൈക്കെടുക്കുക. ഇയാളെന്താ വിഷയം തീരെ മനസ്സിലാക്കാത്തത്? സുഹൃത്തെ, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറ. മറ്റ് സംസാരങ്ങളൊക്കെ നമുക്ക് പിന്നീടാക്കാം. നിങ്ങൾ ബർക്കത്ത് കൊണ്ടല്ലേ തുടങ്ങിയത്? അത് പറ, എന്താണ് ആ ബർക്കത്ത്? നിങ്ങൾ ആ ഉദ്ദേശിച്ച ബർക്കത്തിന്റെ തെളിവ് എന്താണ്? ആ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായില്ല, തെളിവ് പറ. അതിന്റെ ശേഷമൊക്കെ നമുക്ക് ചർച്ച. ആദ്യം നിങ്ങളെ ഒരു വിഷയം നമ്മൾ പറയുമ്പോ നിങ്ങൾ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കുക. ഒരു വിഷയം പറയുന്ന സമയത്തായി ഗാമ്യവും മാന്യവും ആവണം. അപ്പൊ നിങ്ങളെ വിഷയം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ആ വിഷയം പിന്നെ ആമുഖത്തിൽ നിന്ന് നിങ്ങളുടെ ആ താരീഫിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണം. എങ്കിലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാൻ പറ്റുള്ളൂ. എന്താണ് നിങ്ങളെ വാദം തന്നെ നമുക്ക് മനസ്സിലായില്ല. എന്താണ് ഈ ബർക്കത്ത്? അത് അറബി പദാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള പച്ചമലയാളത്തിൽ ഞാൻ പറയേണ്ടതെന്ന്. ഈ അറബി പദം ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരിക. അതിന്റെ ഉദ്ദേശം തെളിവ് സഹിതം പറഞ്ഞുകൊണ്ടാ നിങ്ങളാ പറയുന്ന അർത്ഥപ്രകാരം. അതിന്റെ ശേഷമൊക്കെ മറ്റു കാര്യം ചർച്ച ചെയ്യല. അതിന്റെ ശേഷമല്ല നിങ്ങൾ പിന്നെ രണ്ടാമത്തെ വിഷയം ഇത് ചോദിച്ചപ്പോഴല്ല നബിന്റെ തുണി, നബിയുടെ ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ തീരട്ടെ. നമ്മളെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്.
പ്രവാചകന്റെ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒഴിഞ്ഞിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര, ബുദ്ധി കൊടുത്ത് ആലോചിക്കുക, എന്താണ് ചോദിക്കുന്നത്. പരസ്പര വിരുദ്ധമാകേണ്ട നിങ്ങളുടെ വാക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ നിങ്ങൾ പിന്നെ ഇസ്തിഹാസിക്ക് പോകുന്നുണ്ട്, ഒരിക്കൽ നിങ്ങൾ തവസ്സുലിലേക്ക് പോകുന്നുണ്ട്, മറ്റൊരിക്കൽ ബർക്കത്തിലേക്ക് പോകുന്നുണ്ട്, മറ്റൊരിക്കൽ യഥാർത്ഥ തൗഹീദിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. യഥാർത്ഥ എല്ലാം നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങളെ വാക്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മറുപടി പറയുന്നുണ്ട്. നിങ്ങളെന്താ ഈ ബുദ്ധിയില്ലാത്ത പണിയെടുക്കുന്നത്? അതുകൊണ്ട് പറയും എന്താണ് ബർക്കത്ത്. അതിന്റെ ശേഷം ആവാം മറ്റു ചർച്ച. അത് പറഞ്ഞെങ്കിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് മറുപടിക്ക് ഞാൻ മൈക്കെടുക്കുള്ളൂ. അൽഹംദുലില്ലാ, മറുപടി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞ നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം. റഷീദിനെ ഡോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഒന്ന് ഞാൻ ഇടപെടട്ടെ റഷീദെ. നിങ്ങളെ ചോദ്യം, അള്ളാന്റെ റസൂലിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാമോ? ചെയ്യാം. നല്ലോണം കേട്ടോളി, ശരിക്ക് കേട്ടോളി. ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി മഹാന്മാര് പറഞ്ഞ കാര്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇങ്ങനെ ഷർട്ടുകളെ കൊണ്ട്, തുപ്പുനീരുകളെ കൊണ്ട്, ഊതൊടുത്ത വെള്ളം കൊണ്ടൊക്കെ സഹാബത്ത് ചെയ്തിട്ടുണ്ട്. ശരി തന്നെയാണ്. അന്ന സഹാബത്ത ബഅദ മൗതിഹി അലൈഹിസ്സലാം ലം യഖഅ മിൻ അഹദിൻ മിൻഹും ശൈഉൻ മിൻ ദാലിക. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തിന് ശേഷം സഹാബത്തിൽ നിന്ന് ഒരാളും ചെയ്തിട്ടില്ല. ഇപ്പൊ ഉത്തരം കിട്ടിയ റഷീദ്, ഇനി റഷീദിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് കിട്ടാൻ, നിങ്ങൾ പറഞ്ഞ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇനി റഷീദിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള ഉത്തരം എന്താണ്? ബർക്കത്തെടുക്കുക. ബർക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2, ഉമർ റളിയല്ലാഹു അൻഹു മുറിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ജനങ്ങൾ അവിടെ പോയി നിസ്കരിക്കുന്നതിന് തടയാൻ എന്താ അദ്ദേഹം കാരണം? 3, അള്ളാന്റെ റസൂല് നിസ്കരിച്ച പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ഇത്തരം പ്രവർത്തനങ്ങളാണ് മുൻകാലക്കാരായ ചില സമൂഹങ്ങളെ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു താക്കീത് നൽകിയത് എന്തിന്? ഈ 2-3 കാര്യങ്ങൾ താങ്കൾ വിവരിച്ചു തരിക. 4-മത്തൊരു കാര്യമുണ്ട്. അള്ളാന്റെ റസൂലിന് ശേഷം ഏറ്റവും ഈ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും വലിയ ഔലിയാക്കന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഇവരെ കൊണ്ട് സഹാബത്ത് ബർക്കത്തെടുത്തതിന് വല്ല ഉദാഹരണവും ഉണ്ടോ? 4 കാര്യം. അത് വൈക്കുവഴിയായിട്ടിനോട് മറുപടി പറഞ്ഞു. അല്ലാതെ ഇനി ഞാൻ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ചോദ്യത്തിന് ഇതായില്ലേ, ബർക്കത്തിന് ഇപ്പൊ ചോദ്യത്തിലെ കാര്യം തന്നെ വ്യക്തമായിട്ടില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസരം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി എണ്ണി പറഞ്ഞോളൂ റഷീദെ. വേറെ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഡോട്ടിടാൻ നിർബന്ധിതനാകും. നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇതാണ്. എന്നാലും നിങ്ങൾക്ക് മലബാർ റൂമിൽ ഇത് കൊണ്ട് പ്ലേ ചെയ്യുമ്പം അതിൽ താങ്കൾക്കും ഒരു ഇത് കിട്ടണമല്ലോ. അപ്പൊ താങ്കളുടെ ഈ ചോദ്യത്തിന് ഞങ്ങളോട് ചോദിക്കപ്പെട്ട ഈ 4 ചോദ്യത്തിന് 1, 2, 3, 4 ഈ രൂപത്തിൽ പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ തന്നെ മറുപടി പറഞ്ഞുതരാം. അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളുവെടുത്ത വെള്ളം, അതുപോലെ തന്നെ തുപ്പുനീര്, ഇതൊക്കെ എടുത്തിട്ട് നബി സല്ലല്ലാഹു സഹാബത്ത് ബർക്കത്തെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഇനി നിങ്ങൾക്ക് എന്തുണ്ട്? ബർക്കത്തിന്റെ വിശദീകരണം ആവശ്യമില്ല. നിങ്ങൾ തന്നെ എന്താണ് ബർക്കത്ത് എന്നുള്ളത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇതേ ബർക്കത്തിനെ നിങ്ങൾ ഇവിടെ നിഷേധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അത് ആരും അങ്ങനെ ബർക്കത്തെടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല, വഫാത്തിന് ശേഷം ബർക്കത്തെടുത്തിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചല്ല, സഹാബത്ത് തന്നെ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷർട്ട് എടുത്തിട്ട് അസ്മാ റളിയല്ലാഹു അൻഹ തന്നെ അത് വെള്ളത്തിൽ മുക്കി രോഗികൾക്ക് കുടിക്കാൻ വിതരണം വരെ ചെയ്തിട്ടുണ്ട്. ഇത് സഹീഹുൽ മുസ്ലിമിൽ വന്നിട്ട് നിങ്ങളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഡോട്ടടിക്കല്ല. ഇല്ലാത്തൊരു വാദം താങ്കൾ സ്വയം ഉണ്ടാക്കി മറുപടി പറയലല്ല വേണ്ടത്. അസ്മാ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തോ ചെയ്തില്ലേ നമുക്കിവിടെ തർക്കം വന്നിട്ടില്ല. ഞാൻ അതിനെ നിഷേധിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതല്ല വേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് കൃത്യമായി ഉത്തരം തന്നില്ലേ? കൃത്യമായിട്ട് തന്നു. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ വശത്തുനിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇനിയും ബർക്കത്ത് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലല്ലോ. എന്താണ് ഈ ബർക്കത്ത്? കുപ്പായം മുക്കിയ വെള്ളം കഴിക്കൽ മാത്രമാണോ ബർക്കത്ത് എന്ന് പറഞ്ഞ?
സഹോദരങ്ങൾ അങ്ങനെ മാത്രം. അതിനാ ഞാൻ നേരത്തെ ചോദിച്ചത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ബർക്കത്തുള്ളവനായിരിക്കും പറഞ്ഞാൽ എന്താ? അള്ളാഹു കുപ്പായത്തിൽ മുക്കിയ വെള്ളം കുടിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ബർക്കത്ത് എന്ന് പറഞ്ഞ എന്താ റഷീദെ മനസ്സിലാക്കിയിട്ടുണ്ടോ നിൽക്കുന്ന? ഞാൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ബർക്കത്തിന്റെ അർത്ഥം മനസ്സിലായോ? അതോ അത് മാത്രമേ ഉള്ളൂ ബർക്കത്ത്? അപ്പൊ അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് നബിക്ക് ബർക്കത്ത് നൽകിയെന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന് വെള്ളം, അള്ളാന്റെ റസൂലിന്റെ കുപ്പായിട്ട വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിന്റെ അർത്ഥം എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കി അതിനൊരു ഉത്തരം പറയും. അസ്മാ അള്ളാഹുവിന്റെ ഹദീസുകൾ ആരും നിഷേധിച്ചിട്ടുണ്ടോ? അതെന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്ന് വിഷയം നീട്ടുകയാണോ ഉദ്ദേശം? അങ്ങനെയാണോ ഉദ്ദേശം? നമ്മൾ നിഷേധിക്കാത്ത ഇവിടെ പരാമർശിക്കപ്പെട്ടാത്ത ഹദീസുകൾ, ഇനി ബുഖാരിത്തെ ഹദീസുകൾക്ക് എത്ര ഹദീസുകളുണ്ട്, അതൊക്കെ നമ്മളോട് ചർച്ച ചെയ്യണോ? ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയും റഷീദെ. അതല്ല ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് നീങ്ങണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന ഈ വിഷയത്തിന്റെ വിശദീകരണം നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ശേഷം അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നീങ്ങാം. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. നിങ്ങൾ ഡോട്ടടിക്കല കാര്യങ്ങൾ നമ്മള് സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണല്ലോ. നിങ്ങൾ പറഞ്ഞതിന്റെ മറുപടി കൃത്യമായിട്ട്, ചോദിച്ചതിന്റെ മറുപടി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരും. പക്ഷെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം അങ്ങനെ ബർക്കത്ത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നിങ്ങൾ അംഗീകരിക്കുന്നു, അതിനുശേഷവും ബർക്കത്ത് എടുക്കാം എന്നാണ് എങ്കിൽ അൽഹംദുലില്ലാ നിങ്ങളത് തിരുത്തണം. കാരണം ആദ്യം നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മറന്നതായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷവും ആ ബർക്കത്ത് എടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയണം. അതിനുശേഷം ഞാൻ ഓരോന്നിനും വണ്ണായിട്ട് ഓരോന്നിനും മറുപടി പറയും. മരം മുറിക്കുന്ന പ്രശ്നവും അതുപോലെ തന്നെ പിന്നെ ആ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പോയ വിഷയവും ഒക്കെ ഞാൻ മറുപടി പറയുന്നതാണ്. അതുകൊണ്ട് ബർക്കത്തിനെ പറ്റി ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുന്നതല്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒതുവെടുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് സഹാബത്ത് എന്താണോ ബർക്കത്ത് ഉദ്ദേശിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിരീൽ കൊണ്ട് എന്താണ് സഹാബത്ത് ബർക്കത്ത് ഉദ്ദേശിച്ചത്, അതേ ബർക്കത്ത് തന്നെയാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്തുക്കളിൽ നിന്നും ബർക്കത്തെടുക്കുക, അല്ലെങ്കിൽ കമീസിൽ നിന്ന് ബർക്കത്തെടുക്കുക എന്നതുകൊണ്ട് ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബർക്കത്ത് എന്നതിന്റെ അർത്ഥം ഇവിടെ പൂർണ്ണമായിട്ടും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്, എനിക്കും അത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാതെ ഒരു രക്ഷപ്പെടേണ്ട ഒരു കോലത്തിലായിരുന്നു നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ പിന്നെ മറുപടി പറയാതെ ഇത്രയും ഉരുണ്ടത്. ഇപ്പൊ നിങ്ങൾ ഈ മറുപടി പറയാതെ ഇരുന്ന് എത്ര ആയത്തുകളും ഹദീസുകളും നിങ്ങൾ ഇപ്പോ ഓതി. അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്തുക്കളിൽ നിന്നും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് ഉദ്ദേശിക്കാം എന്നുള്ള വാദത്തിൽ ആണെങ്കിൽ അൽഹംദുലില്ലാ അത് തുറന്നു ഒന്നുകൂടി പറയണം. അതിനുശേഷം ഞാൻ എന്റെ മറുപടി പൂർണ്ണമായിട്ടും പറയുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റഷീദ് ഇന്നത്തെ ഏതായാലും റഷീദ് റിക്കാർഡ് ചെയ്യൂല, അക്കാര്യം ചൊറപ്പാ. കാരണം മൂപ്പര് സാധാരണ പോയിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് അല്ല സാധാരണ നമ്മളെ പോലെക്കണ ആൾക്കാരെ പോയിട്ട് വല്ല ഇങ്ങനെ ചോദിച്ചിട്ട് അത് റിക്കാർഡ് ചെയ്യുക. അതിന് നമ്മളെ കുങ്ങി എന്നുള്ള ഐഡിയയിൽ തന്നെ അദ്ദേഹം ആദ്യം നമ്മളെ റൂമിൽ ഒന്ന് തർക്കിച്ചിരുന്നത്. അപ്പൊ അസ്ഹരി ഉസ്താദ് ഇയാളെ പൊക്കാനും നിൽക്കും. അതിനനുസരിച്ച് മൂപ്പരിങ്ങനെ വാട്ടം പിടിച്ചിങ്ങനെ നടന്നു നോക്കലാണ്. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒന്ന് മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഒരു മനുഷ്യന്റെ പ്രകൃതിയിൽപ്പെട്ടാണല്ലോ, എവിടെയെങ്കിലൊക്കെ നമുക്കൊന്നൊക്കെ ഒന്ന് ഷെയിൻ ചെയ്യാൻ കഴിയാന്നുള്ളത്. ഇന്നത്തെ കാര്യം ഏതാണ് റഷീദ് റിക്കാർഡാക്കൂല. ബഹുമാനെ റഷീദെ റെക്കാർഡ് ഇന്നത്തെ ആക്കണ്ട. റഷീദെ സഹോദര അദ്ദേഹം ഇപ്പതൊന്ന് കൊണ്ടേക്കണം, ഞാൻ നോക്കട്ടെ. ഒറ്റ മിനിറ്റ് റഷീദെ. ആയിക്കോട്ടെ, ഞാൻ ഒരു മിനിറ്റ്. എത്ര മലബാർ റൂമിൽ എത്ര ആൾക്കാരിന് റഷീദ് ഇവിടെ നിന്ന് കാണിച്ച് ഉള്ളിൽ കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അത് മലബാർ റൂമിലൊക്കെ കൊണ്ടേക്കാണ്ട് അദ്ദേഹം ഏതായാലും ഇപ്പൊ രാത്രി വല്ല ഉറങ്ങല്ലോ എന്നുണ്ട്. അവിടെ മലബാർ റൂമിൽ കൊണ്ടേക്കാണ്. ആയിക്കോട്ടെ, ഒരു മിനിറ്റ് തരാം കേട്ടോ, ഒരു മിനിറ്റ് തരാം. മലബാർ റൂമിൽ 51 ആളുണ്ട്. 51 ആൾക്കാരുടെ ഇടയിനൊക്കെ നമുക്ക് വിചാരിച്ചേക്കും. റഷീദെ സഹോദര, ഒരു മിനിറ്റ് നിങ്ങൾക്ക് തരാം. മൊത്തത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഒരു മാന്യമായൊരു നമ്മളൊരു ഇങ്ങനത്തെ ഓൺലൈൻ കൂട്ടുകാരെന്ന നിലക്ക് തരാം. വേറൊരു വിഷയത്തിലേക്കോ ചോദ്യത്തിലേക്കോ പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നിങ്ങളേക്കൊന്ന് കിട്ടേണ്ട അവകാശങ്ങൾ പറയാന്ന് ഞങ്ങളോട് ഒരുപാട് വട്ടം വായത് ചെയ്താണ്. ഒരുപാട് വട്ടം കരാറ് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞത് നിങ്ങൾ റെക്കോർഡ് ചെയ്തൊന്ന് വന്നാൽ
റിവൈൻഡ് ചെയ്തോ കേലുണ്ടോ? ഞാനേതായാലും അത് റെക്കോർഡ് ചെയ്യാൻ പോണില്ല. വലൈക്കും അസ്സലാം പൂങ്ങോട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു മാന്യമായ അപേക്ഷയാണല്ലോ, 1 മിനിറ്റ് തരണം എന്നുള്ളത്. ഏതായാലും ഈ 4 ചോദ്യത്തിന് ഇന്ന് തന്നെ വേണ്ട. ഇത് ഞാനിപ്പോ നിങ്ങളെ പറയാൻ നിങ്ങൾ കൊച്ചാക്കാനല്ല കേട്ടോ. അഖീദന്റെ വിഷയം അതോ നിങ്ങൾ കൂടുതലൊന്ന് പഠിക്കണം, ചിന്തിക്കണം. ബഹുമാന്യനായ പിന്നെ അസ്ഹരി ഉസ്താദും മിസ്ബാഹ് ഉസ്താദും പറഞ്ഞത് മാത്രമല്ല അഖീദ. അഖീദ അപ്പുറം ഇപ്പുറമൊക്കെ ചിന്തിക്കേണ്ടിയും പഠിക്കേണ്ടിയും മനസ്സിലാക്കേണ്ടിയും കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് താങ്കളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ചോദ്യം കൂട്ടത്തിൽ ഇട്ടു എന്നുള്ളതാണ്. ഒന്ന് പോയി നാളെ ചോദിച്ചു എന്നിട്ട് നാളെ വിശദീകരിച്ച് തന്നോണ്ടി. നിങ്ങൾ അവസാനം നിങ്ങളെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞതിനുള്ള 2 മിനിറ്റ് എടുത്തോളി. അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളൊക്കെ ഉറങ്ങാൻ പോവുകയാണല്ലോ NSS. അതുകൊണ്ട് അതിന്റെ മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഷർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ബർക്കത്ത് എടുത്തതായിട്ട് ഹദീസ് നിങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ആരും അങ്ങനെ ബർക്കത്ത് എടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ 1, 2, 3, 4 വിട്ട ഒക്കെ സംഗതിക്കും ഞാൻ മറുപടി പറയുന്നതാണ്. മറുപടി പറയാതെ എവിടെയും പോവുകയില്ല, ഇൻഷാ അല്ലാഹ് പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച വസ്തുക്കളിൽ നിന്നും നമുക്ക് ബർക്കത്ത് എടുക്കാം എന്നുള്ളത് നിങ്ങളും അംഗീകരിക്കുന്നു എന്ന് തുറന്നിങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വീണ്ടും ചർച്ച മുന്നോട്ട് പോവുകയും നിങ്ങൾ പറഞ്ഞ ഓരോ ചോദ്യത്തിനും ഞാൻ അക്കമിട്ട് മറുപടി പറയുന്നതാണ്. അതൊന്നും അവഗണിച്ച് തള്ളിയിട്ടില്ല. ഓരോന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്ത സ്ഥാനത്തിന് പ്രത്യേകതയുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പള്ളിക്ക് പ്രത്യേകതയുണ്ടോ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് ഇതും കൂടിയും വ്യക്തമാക്കിയിട്ട് പിന്നെ നമുക്ക് പോകാം. അതുപോലെ നിങ്ങൾ പിന്നെ എന്തോ എന്നറിയുന്നില്ല, എല്ലാവരും ഉസ്താദന്മാരെ അടുത്തുനിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, നിങ്ങളെ എങ്ങനെ ഉസ്താദ് പഠിപ്പിച്ചു, എന്റെ ഉസ്താദ് പഠിപ്പിച്ചു, അത് അസ്ഹരി ഉസ്താദായാലും മറ്റേ ഉസ്താദായാലും. അതുകൊണ്ട് അതൊരു താത്തിപ്പറിയാനോ പിന്നെ ഒരു കുറച്ചു പറയാനോ അല്ലെങ്കിൽ ഇവൻ ചോദ്യം ചോദിക്കാൻ വന്ന കുട്ടിയാണ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് വലിയ ആളായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി എന്നുള്ള രൂപത്തിലാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, എല്ലാവരും ഉസ്താദന്മാരെ അടുത്തുനിന്ന് പഠിച്ചു വരുന്ന ആളാണ്. ഞാൻ വലിയ ആളാണെന്നും ഞാനായിട്ട് പറയുന്നുമില്ല. പിന്നെ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്കാണ് ആ സമയം കൂടി നിങ്ങൾക്ക് മറുപടിക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതിന് കൂടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അത് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പം കുറ്റം തന്നെയാണ്. അദ്ദേഹം ആവർത്തിച്ച നിങ്ങളെ റൂം കാർഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു 3 മിനിറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ഡോട്ടിടാതെ വേണ്ട. നിങ്ങൾ 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു 3 മിനിറ്റ് സംസാരിക്കാൻ സമയം തരുമോ? ഡോട്ടിടാതെന്ന് മധ്യസ്ഥന്മാരെ ഇറക്കി ചോദിച്ചു. അതും നിങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാർ ഞങ്ങളെടുത്ത് അത് ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ ആരായിരുന്നു എന്ന് പറയണോ? പ്രധാനപ്പെട്ട ഒരാളെ നിങ്ങളെ റൂമത്തെ നമ്പർ വേണോ? വേണമെങ്കിൽ തരാം. എനിക്ക് PM അടിച്ചോളൂ. എല്ലാ കാര്യവും ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ ചെയ്തെന്നാൽ മൂപ്പര് നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ഒന്ന് പറഞ്ഞു, അദ്ദേഹം ഊത കിതാബിന്റെ ഒരുപാട് ലോകം അദ്ദേഹം കണ്ടത്. ഇങ്ങനെ അവൻ തന്നെ ഇങ്ങനെ പൊക്കി പറയുക. എന്നിട്ടോ സഹോദര റഷീദെ, അദ്ദേഹം നല്ല പണ്ഡിതനാണ്, ശരി, നമ്മളെ സംബന്ധിച്ചു. അതിലുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട് താനും. എന്നിട്ട് എന്താ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എതിര് പറയാൻ നിങ്ങൾക്ക് എത്ര സമയങ്ങൾ അനുവദിച്ചു? ഞങ്ങളോട് വിയോജിപ്പുള്ള കാര്യം പറയാൻ എത്ര സമയം അനുവദിച്ചു? പിന്നെ ഞാനിപ്പം കൂടെ ഇപ്പൊ തന്നെ പറഞ്ഞോന്ന് നിർബന്ധമല്ല. കാരണം എന്താ വെച്ചാല് ഇൽമ് പറഞ്ഞാൽ നമ്മളൊക്കെ എവിടെ എത്രയോ പുറകില. ഇനിയിപ്പോ നിങ്ങൾ തന്നെ എല്ലാ കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് എല്ലാം ഇപ്പൊ പറയാൻ കഴിയോളന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സംസാരിക്കട്ടെ. ഇനിയിപ്പോ പറയാൻ അവസരം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ അവസാനം ഫിനിഷ് ആക്കാൻ പോയി. അപ്പൊ നിങ്ങൾ പറഞ്ഞു 1 മിനിറ്റ് കൂടിയും എന്ന് പറഞ്ഞു. 3, 4, 5 മിനിറ്റ് പിന്നെയും അനുവദിച്ചു. ഇനി നിങ്ങൾ പ്രതികരിക്കും, ഞാൻ മറുപടി പറയാം. സോറി, ഇതാ മൈക്കിപ്പ തരാം. നിങ്ങൾ DC ആയതാണ്. ഞാൻ ഒന്ന് നിങ്ങൾ പറയും മലബാർ റൂമിന്റെ കാര്യം. അത് മതി. നിങ്ങൾ പറയും, ഇനി വേറെ ഞാൻ ഇടപെട്ട് സംസാരിക്കും. അങ്ങനെ നമുക്ക് പോകാമെന്നല്ല. എന്റെ മൈക്ക് പോയതായിരിക്കും. ക്ഷമിക്കുക പ്ലീസ്. ഇവരെല്ലാം സംസാരിക്കാറുണ്ട്. പിന്നെ ഡോട്ട് ഇട്ടോ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല റഷീദ. നിങ്ങൾ PM ഇനി 1 മിനിറ്റ് പറഞ്ഞു കണ്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ നമ്മളിപ്പോ നല്ല 3:03 എന്റെ ഇതിൽ കാണിക്കുന്നത്. 3:05 മൈക്ക് റിലീസാക്കി തരിക. അസ്സലാമു അലൈക്കും. 3:05 3:03 അപ്പ ടൈം. അസ്സലാമു അലൈക്കും. വളരെ നന്ദി. പിന്നെ നിങ്ങളിപ്പം പറഞ്ഞു മലബാർ റൂമിലെ അസ്ഹരി ഉസ്താദിനെ പറ്റി അവരൊക്കെ പറ്റി പറഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു മറുപടി പറയണം. കാരണം അവരൊക്കെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരാണ് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളെയും. അതുകൊണ്ട്
അവരൊക്കെ പറ്റി നിങ്ങൾ പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചു തന്നെ. അവിടുന്ന് റൂമിൽ വേണ്ടാതെ ആർക്കും ഡോട്ട് അടിക്കാറില്ല. പിന്നെ അസേരി ഉസ്താദ് പൊങ്ങച്ചം പറയുന്നു. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ഈ വലത്തെ കൈ കൊണ്ട് ധർമ്മം ചെയ്യുന്നത് ഇടത്തെ കൈ അറിയരുത് എന്നാണ്. എന്നാൽ ചില സ്ഥലത്ത് പറയുകയും വേണം. ചില സ്ഥലത്ത് ധർമ്മം കൊടുക്കുന്നത് പറഞ്ഞാൽ അതിന് പ്രത്യേക പുണ്യമുണ്ട്. ഇപ്പൊ മറ്റൊരാളെ കൊണ്ട് ഞാൻ കൊടുക്കുന്നത് കണ്ട് മറ്റൊരാളും കൂടി കൊടുക്കുമെങ്കിൽ അപ്പൊ അവിടെ പുണ്യം കൂടുതലാണ്. അതുപോലെ എല്ലാം ഒരേ അടിസ്ഥാനത്തിൽ നിങ്ങൾ പൊങ്ങച്ചം പറയുകയാണ് എന്ന് ഒരാളെ കൊണ്ട് പറയുന്നത് ശരിയല്ല. അതൊരു ഈബത്ത് പറയലും കൂടി ആയിപ്പോകും എന്നാണ് എന്റെ ചെറിയ അപേക്ഷ. റൂമിൽ എല്ലാവർക്കും സാധാരണ ചാൻസ് കൊടുക്കാറുണ്ട്. പിന്നെ അവർ ഊരും പേരും ചോദിക്കുന്നു എന്നാണ്. അവിടെ വന്നിട്ട് ഞാനൊരു സുന്നിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിദിന്റെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിലനിൽക്കുന്ന ആ പ്രസ്ഥാനത്തിൽ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ സുന്നിയായിട്ട് ചോദിക്കുന്നു, ഞാനൊരു സുന്നിയാണ്, അതിൽ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതിൽ എന്തിനാണ് ഒരു നാണക്കേട്? നാണക്കേടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നിൽക്കരുത്. അവിടെ ചെന്നിട്ട് പേരും ഊരും ഒക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നതിന് ഒരു വിഷവുമില്ലല്ലോ. അങ്ങനെ ചോദിച്ചിട്ട് ഏത് പ്രസ്ഥാനക്കാരനാണ് എന്നുള്ള നിലക്ക് തന്നെ അവിടുന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മൈക്കും ഞാൻ കാണാറുണ്ട്, തരാറുണ്ട്. പലർക്കും അങ്ങനെ മൈക്ക് കൊടുക്കാറുണ്ട്. എന്നിട്ട് അവിടുന്ന് പിന്നെ ചോദ്യം ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന രംഗമാണ് ഞാൻ കാണാറുള്ളത്. പിന്നെ ഇനി നിങ്ങൾ എപ്പാ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതും മൈക്കും ഒക്കെ അവർ എപ്പോഴും റെഡിയാണ്. ഇപ്പോ റബീഉൽ അവ്വൽ മാസം ആയതുകൊണ്ട് സംവാദം നിർത്തിവെച്ചിട്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു. റെഡിക്ക് എനിക്ക് അറിയില്ല. പിന്നെ ഓക്കെ ഹൈറിയ അബ്ദുൽ റഷീദ്, ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു മരിക്കാൻ നമ്മെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താ റഷീദ് ഈ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയല്ലേ? ഖുർആനും സുന്നത്തനുസരിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞ് ഒന്ന് ആമീൻ പറഞ്ഞേക്ക്. അപ്പോ ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്, പിന്നെ ഞാൻ അവിടെ ഗീബത്തിന്റെ പദം പറഞ്ഞിട്ടോ, ഞാൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടൊന്നും പരാമർശിക്കാൻ പോയില്ല. വിശ്വാസ കാര്യങ്ങളിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നു. ആ തെറ്റിദ്ധാരണ തിരുത്താൻ അല്ലെങ്കിൽ ശ്രദ്ധിപ്പിക്കാനുള്ള അവസരം അദ്ദേഹം വേണ്ടമായിരിക്കും വിനിയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ. വേറെ അദ്ദേഹം എങ്ങനെയെന്ന് പറഞ്ഞത്. അപ്പൊ അത് ഇതിലേക്ക് സൂചിപ്പിച്ച അദ്ദേഹം നല്ലൊരു ആലിമാണ്. ഞാൻ തന്നെ സമ്മതിച്ചല്ലോ. അതോ വലിയ ഹാമലാക്കി തീർക്കണമേ തമ്പുരാനെ. വാക്കിലും മറ്റും വന്ന അബദ്ധങ്ങളെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ക്ഷമിക്കണമേ തമ്പുരാൻ.